കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ചിന്തയിലും എൻ്റെ സ്വപ്നത്തിലും ഉണ്ടായിരുന്ന ഒരേ ഒരു സാധനം കപ്പയും മീൻകറിയായിരുന്നു. അതെങ്ങനെയും കഴിക്കുന്നവരെ ഒരു സമാധാനമില്ലാത്തതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ റെഡിയായിട്ട് ഇറങ്ങി. ഈ 10 മണിയെന്ന് പറയുന്ന സമയമായിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് ഞാൻ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. ക്ലെമൻഷൂയിലോട്ടാണ് ഇന്നത്തെ പോക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലെമൻഷൂ പോയാൽ നമുക്ക് ലൈവ് ഫിഷും കിട്ടും, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പൈസ കുറച്ചും കിട്ടും. ആദ്യമേ തന്നെ ഞാൻ പോയിട്ട് കുറച്ച് മുന്തിരിങ്ങയാണ് മേടിച്ചത്. ന്യൂ ഇയർ ഒക്കെ ആണല്ലോ വരുന്നത്. ഇനിയിപ്പോൾ ടേബിളിൻ്റെ അടിയിലിരുന്നത് തിന്നാത്തതുകൊണ്ട് പരിപാടിയൊന്നും ചീറ്റിപ്പോണ്ട. എങ്ങനെ തണുപ്പ് കാരണം ഒരു രക്ഷയുണ്ടായില്ല. ഒരു സാധനവും എടുത്ത് നോക്കാനുള്ള ഒരു ഇതില്ല, കൈയൊക്കെ ഇങ്ങോട്ട് മരയ്ക്കായിരുന്നു. ക്ലെമൻഷൂ സാധാരണ ഞാനിങ്ങനെ ഈ പ്ലാന്റ്സിൻ്റെ ഇതൊന്നും കണ്ടിട്ടേ ഇല്ല. ഇപ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. അതും വന്നിട്ട് മേ ബി ആ ഒരു മീറ്റ് സ്റ്റോൾ ക്ലോസ് ആയിരുന്നു, അതുകൊണ്ടായിരിക്കണം ഇവരതവിടെ വെച്ചിരുന്നത്. ഇന്ന് കപ്പയും മീനും ആ 2 ലക്ഷത്തിന് മാത്രമാണ് ഞാൻ പോയത്. അത് പോയി വഴിക്ക് ഞാൻ ചക്ക കണ്ട്. ഇതാണെങ്കിൽ വന്നിട്ട് നമ്മുടെ നാട്ടിൽ പോലും ചക്ക സീസണായി തുടങ്ങുന്നേ ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ ഇതേ വെണ്ണപ്പഴം കണ്ടു, നമ്മുടെ ബട്ടർ ഫ്രൂട്ട്. വീട്ടിലൊക്കെ ഈ സാധനം ആവോളം ഉണ്ട്, പക്ഷേ ഇവിടെയൊക്കെ ഇതിൻ്റെ വില കണ്ടിട്ട് ഞെട്ടിപ്പോവാണ്. ഇത് വന്നിട്ടൊരു ഏഷ്യൻ എക്സോട്ടിക് സ്റ്റോർ ആയിരുന്നേ. പിന്നെ മീൻ, പലതരം മീനുണ്ടായിരുന്നു. മറ്റേ ഈ അയല മീനിന് ഡോർഫിസം ബാധിച്ച് കൂട്ടിയൊരു കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ കൊണ്ടുവന്ന് ഉടുപ്പ് വരാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കിളിമീനെ പോലെ ഇരിക്കുന്ന മീൻ മേടിച്ചത്. അത് കിളിമീനാണ് എന്നായിരുന്നു അപ്പോഴും എൻ്റെ വിശ്വാസം. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ചട്ടിയിലിട്ട് നോക്കിയപ്പോഴാണ് പിന്നെ എനിക്ക് സംശയം മൂത്തത് ഇത് അത് തന്നെയാണോ എന്ന്. കാരണം ഈ കിളിമീനിൻ്റെ ഈ ചെകിളയുടെ അവിടെ ഒരു മഞ്ഞ കളർ കണ്ടതായിട്ട് ഞാൻ എവിടെയും ഓർക്കണുണ്ടായി, പക്ഷെ അതെനിക്ക് ഉറപ്പില്ല. എന്തായാലും ഉണ്ടാക്കി നോക്കാം, ഇനി ടേസ്റ്റ് കിട്ടിയാലോ എന്നൊരു ഇതിലാണ് ഞാൻ വന്നിട്ടത് വെട്ടിക്കൂട്ടിയത്. ഈ രീതിക്കാണ് നമ്മൾ സാധാരണ മീൻ വെട്ടാറ്. ഒരു ഫുൾ മീൻ എടുത്താൽ അതിൻ്റെ ഒരു പാതി 2 കഷ്ണം കിട്ടത്തുള്ളായിരുന്നു. ആദ്യത്തെ എൻ്റെ പരീക്ഷണം തന്നെ മീൻകറിയിലായിരുന്നു. കാരണം മീൻകറി ചീറ്റിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ കപ്പ വേസ്റ്റ് ആവും. ഇങ്ങനെയാട്ടോ ഇവിടെ കപ്പ നമുക്ക് കിട്ടണ, വാക്സ് കോട്ട് ചെയ്തിട്ട്. ഇവരിനെ കസാവാന്നോ എന്തോ മറ്റോ ആണ് പറയണേ. അങ്ങനെ മീൻകറി നല്ലതായിരുന്നുകൊണ്ട് മാത്രം ഞാൻ കപ്പ ഉണ്ടാക്കി. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി കപ്പയും മീൻകറിയൊക്കെ ഒപ്പിച്ച്.